കോഴിക്കോട് മാലാപ്പറമ്പ് പെൺവാണിഭ കേസിലെ 2 പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. ബാലുശ്ശേരിയിലെ അമ്മിനീഷ് എന്ന് പറഞ്ഞ ഒരാൾ വിദേശത്ത് നിന്ന് ഇത് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ബിന്ദു എന്നൊരു സ്ത്രീയാണ് ഈ പെൺവാണിഭം നടത്തിക്കൊണ്ടിരുന്നത്. ഇവരുടെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ ഈ പെൺവാണിഭക്കാരിൽ നിന്ന് വന്നതായിട്ട് പോലീസ് കണ്ടെത്തി. അവിടെ 2 പോലീസ് ഉദ്യോഗസ്ഥർ അവർ AR ക്യാമ്പിലെ ഡ്രൈവർമാരാണ്. വർഷങ്ങളായി ഈ പെൺവാണിഭം നടത്തുന്ന ബിന്ദുവുമായിട്ട് ബന്ധവും അതിൻ്റെ നടത്തിപ്പുകാരന് അവരുടെ ഭർത്താവും ഉണ്ട്. അമ്മിനീഷ് എന്നൊരു വിദേശി ആണ് ഇതിന് പണം മുടക്കുന്നതെന്ന് വരുന്നു. എന്തായാലും ഇവരിൽ നിന്ന് ധാരാളം പണം 2022 മുതൽ ഈ 2 പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് വന്നു. അത് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. നടക്കാവ് SHO പ്രജീഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. നേരത്തെ മാലാപ്പറമ്പിലെ റെയ്ഡ് നടത്തി, ആ ഫ്ലാറ്റിലെ റെയ്ഡ് നടത്തി 9 സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരുന്നു. അത് പെൺവാണിഭം നടത്തിയ അതിൻ്റെ മുതലാളി ബിന്ദുവിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്ത് അമ്മനീഷ് എന്ന് പറഞ്ഞ താമരശ്ശേരിക്കാരനെ കൂടെ പ്രതിയാക്കി. കാരണം പോലീസുകാർക്ക് പോകുന്ന അക്കൗണ്ടിൽ പോകുന്ന പണം അമ്മനീഷിൻ്റെ അക്കൗണ്ടിൽ കൂടിയാണ് 2 പോലീസുകാർക്കും പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പം 2022 മുതൽ ഇവരുടെ അക്കൗണ്ടിൽ പണം വരുന്നുണ്ട്. അത് ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ആയി. ഈ ഒരു സംഭവത്തിൽ ഈ പോലീസുകാരെ പ്രതി ചേർത്തെന്ന് അറിഞ്ഞപ്പോൾ അവർ ഒളിവിപ്പോയി. അവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 2 പേരെയും അറസ്റ്റ് ചെയ്ത് വെളുപ്പിന് 2:30 മണിക്കാണ്. നടക്കാവ് SHOയുടെ നേതൃത്വത്തിലുള്ള ആ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡി എടുത്തു. കാറ് ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ളതാണ്. ഈ പോലീസുകാർ ഇവരുടെ കാറിൽ രക്ഷപ്പെടാനായിട്ടുള്ളൊരു മാർഗമായിരുന്നു. അതിലെ ഷൈജിത്ത് എന്ന് പറഞ്ഞ പോലീസുകാരന് 45 വയസ്സുണ്ട്. അയാൾ AR ക്യാമ്പിലെ ഡ്രൈവറായിരുന്നു. പെരുമൺ സ്വദേശിയാണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമാണ് ഷൈജിത്ത്. അയാളുടെ കൂടെ കുന്നമംഗലം പടനിലം എന്ന സ്ഥലത്ത് താമസിക്കുന്ന CPO സനിത്ത് K, അയാൾക്ക് 42 വയസ്സുണ്ട്. ഇവരെ 2 പേരെയും ഈ അനാശാസ്യ പ്രവർത്തനത്തിൻ്റെ ആ കേസിലെ പ്രതിയാക്കിയോടുകൂടി 2 പേരും ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. അവർ ഒളിവിൽ താമസിച്ചത് താമരശ്ശേരിക്കടുത്ത് കോരങ്ങാട് എന്ന സ്ഥലം, അവിടെയാണ് ഇവർ ഒളിവിൽ നിന്നത്. അവിടെ ഒരു കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ, ആൾപ്പാർപ്പില്ലാത്തൊരു 2ാം നിലയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെളുപ്പിനെ പോകാൻ രാത്രി 2:30 മണിക്ക് ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ കാർ അവിടെ എത്തി. ആൾപ്പാർപ്പില്ലാത്ത ആ വീടായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. 2 പോലീസുകാർ അതിൻ്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുകയായിരുന്നു. പ്രതി ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെ കാറിൽ ഇവർ കയറി പുതിയ ഒളിസ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് നടക്കാവ് പോലീസും സിറ്റി ക്രൈംബ്രാഞ്ചും കൂടെ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഇപ്പം കസ്റ്റഡി വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സുഹൃത്ത് ബിന്ദുവിനെയും അറസ്റ്റ് ചെയ്ത 9 സ്ത്രീകളിൽ 3 സ്ത്രീകളെയും കസ്റ്റഡി വാങ്ങി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ 2 പോലീസുകാരുടെ ഇൻവോൾവ്മെൻറ്റും അവരെ തിരിച്ചറിയാനായിട്ട് നടക്കാവ് SHOയ്ക്ക് കഴിഞ്ഞത്. ആ 3 പേരെ ബിന്ദുവിനെയും 2-3 അറസ്റ്റ് ചെയ്ത സ്ത്രീകളെയും കൂടെ ചേർത്ത് ചോദ്യം ചെയ്ത് വന്നപ്പോഴാണ് ഇതിനകത്ത് ഇത് നടത്താനുള്ള എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തികളായ 2 പോലീസുകാരെ പറ്റിയുള്ള വിവരങ്ങൾ അവർ വെളിപ്പെടുത്തുന്നത്. നിവൃത്തിയില്ലാതെ അവരത് വെളിപ്പെടുത്തി. അതോടുകൂടിയാണ് ഇവർ ഒളിവിൽ പോകുന്നത്. അവർ ഈ കേസിൽ ഒളിവിൽ പോകുന്നെങ്കിലും അത് തീർച്ചയായിട്ടും വേറെ ഏതെങ്കിലും കാറിലെടുത്ത് പോകുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് പെൺവാണിഭം നടത്തുന്നവരായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ കാറാണ്, അതിലാണ് രക്ഷപ്പെടുന്നത്. അവരുടെ സംരക്ഷണയിലാണ് അവർ കോരങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, താമരശ്ശേരി കോരങ്ങാട് ഒരു വീടിൻ്റെ 2ാം നിലയിൽ, ആൾപ്പാർപ്പില്ലാത്ത 2ാം നിലയിൽ ഒളിച്ച് താമസിച്ചത്. എന്തായാലും പിടി വീണു. 2 പേരെയും അറസ്റ്റ് ചെയ്തു. അവരെ ഇപ്പോൾ റിമാൻഡിലാണ്. കേരളത്തിൽ ഇതുപോലെ ചില ഉദ്യോഗസ്ഥർ ഇങ്ങനെയുള്ള പെൺവാണിഭക്കാർക്കും ക്രിമിനൽസിനും ഗുണ്ടകൾക്കും ഒക്കെ സംരക്ഷണം കൊടുക്കുകയും അതിൽ നിന്ന് പണം ഊറ്റുകയും ചെയ്യുന്ന സംഭവം നമുക്ക് ധാരാളം അറിയാം.
കേരളത്തിലെ പല ഗുണ്ടകളെയും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമാണ് സംരക്ഷിക്കുന്നതെന്നും അതിലേകദേശം ഈ സർക്കാർ വന്ന ശേഷം 10-22 പേരെ പിരിച്ചുവിടുകയും ചെയ്തു. ഏകദേശം 599 600-നടുത്ത് ഇങ്ങനെ ഷെയ്ഡി ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെടുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റും ഗവൺമെൻറ്റിൻ്റെ പക്കലുണ്ട്. ഏതായാലും ശക്തമായ നടപടി അവിടുത്തെ കമ്മീഷണർ കീഴിലുള്ള ഉദ്യോഗസ്ഥർ എടുത്തതിൽ വലിയ സന്തോഷം. കാരണം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പോലീസിൽ തന്നെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരെ തയ്യാറാകുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഒരിക്കലും ഇനി സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കില്ല. ഇവരെ രണ്ടുപേരും തീർച്ചയായിട്ടും സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്.